ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് കിച്ചൻ. ഇറ്റ്സ് മീ അനീസ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ട്രാവൽ വ്ളോഗാട്ടോ. റാസൽ ഖൈമയിലുള്ള വാദി ഷോക്കിലേക്ക് നമ്മളൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. UAE ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബാർബിക്യൂ, ക്യാമ്പിങ്, അതേപോലെ ഔട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റിയിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അതിനനുയോജ്യമായിട്ടുള്ള അടിപൊളി സ്പോട്ടും കൂടിയാണ് ഈ വാദി ഷോക്ക. ഇവിടെ കൂടുതലായിട്ട് നമുക്ക് ക്യാമ്പിങ്ങും അതേപോലെ ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പറ്റും. ചെറിയൊരു വാദിയും കൂടിയുണ്ട് കേട്ടോ അവിടെ. നല്ല തിരക്കാണ് ഞങ്ങൾ പോകുന്ന സമയത്ത്. കൂടുതൽ ആൾക്കാരും ക്യാമ്പിങ്ങിന് അതേപോലെ തന്നെ ബാർബിക്യൂന് തന്നെയാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ചെറുതായി ഒരു ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ചായ വെക്കാനും ഉള്ള ഒരു സെറ്റപ്പ് പരിപാടിയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇത് മുന്നേ ഒരു 5 വർഷം മുമ്പ്, അല്ലെങ്കിൽ 3 വർഷം മുമ്പൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പലതവണയായിട്ട് ഇവിടെ. അപ്പോൾ വെറുതെ ഈ ക്ലൈമറ്റ് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയെന്നേ ഉള്ളൂ. ചെറിയൊരു വാദിയുണ്ട് ഇവിടെ. അത്യാവശ്യം നന്നായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത്. അതേപോലെ 2 ചെറിയ ഷോപ്പ് ഉണ്ട് അവിടെ. നമുക്ക് അത്യാവശ്യമായിട്ട് ഈ ബാർബിക്യൂവിന് പറ്റിയിട്ടുള്ള വുഡും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അതേപോലെ കുട്ടികൾക്ക് ചെറുതായിട്ട് വാങ്ങി കഴിക്കാൻ പറ്റിയിട്ടുള്ള പോപ്കോണും ലേസും കാര്യങ്ങളും അങ്ങനത്തെ ഐറ്റംസ് മാത്രം വിൽക്കുന്നൊരു ചെറിയ ഷോപ്പ്. അതേപോലെ തന്നെ ലുക്കൈമത്തൊക്കെ അവിടെ അവൈലബിൾ ആട്ടോ. ഒരു ചെറിയൊരു ബോക്സിന് 20 ദിർഹംസ് എങ്ങാനാണ്. ഈ വാദിൻ്റെ അടുത്ത് തന്നെ ഷൗക്ക ഡാം ഉണ്ട്. അതേപോലെ തന്നെ വാഷ്റൂമും പ്രെയർ റൂമും എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണിത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും എല്ലാ രീതിയിലും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയ. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട്. അത്യാവശ്യം ചെറുതായിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനടുത്ത് തന്നെ ആയിട്ട് ഇത് ചെറിയൊരു പാർക്കുണ്ട്. നമുക്ക് ഫുഡൊക്കെ വെച്ച് കൊണ്ടുവരുന്നവർക്ക് അല്ലെങ്കിൽ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. ഈ പാർക്കിൽ കുക്കിംഗ് ഒന്നും അലൗഡ് അല്ല. പക്ഷേ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നവർക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചുറ്റും മലകളാട്ടോ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ. ഈ വാദിൻ്റെ ചുറ്റും മലകളാണ്. അതേപോലെ തന്നെ ഹൈക്കിങ്ങിന് പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലവും കൂടിയാണ് ഈ ഭാഗം. ഒരു 1.5-2 മണിക്കൂറോളം മതി നമുക്ക്. ഈ സ്റ്റെപ്പിലൂട്ട് നമുക്ക് ഈ മലൻ്റെ മുകളിലേക്ക് കയറാൻ ഇറങ്ങാനൊക്കെ. അതിൻ്റെ മുകളിലൊക്കെ നോക്കി ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്. അതേപോലെ ബാർബിക്യൂനുള്ള എല്ലാവിധ സൗകര്യങ്ങളും വാദീൻ്റെ ഭാഗത്തും അതേപോലെ ഈ പാർക്കിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ട്. നിറച്ചും ബോഗൻ വില്ലകളാണ് അവിടെ. അപ്പോൾ അവിടെ പോകാതിരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോട്ടോ. ഒരു ക്യാമ്പിങ്ങിനും ബാർബിക്യൂനും കുട്ടികൾക്ക് കളിക്കാനും എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പോയത് കൊണ്ട് അവിടെ ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം അജ്മാനിലേക്ക് തന്നെ തിരിച്ചു പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.